നമുക്കപ്പം ശോഭന രവീന്ദ്രൻ അതിഥിയായി ചേരുന്നുണ്ട്. രവീന്ദ്ര മാഷിൻ്റെ പത്നിയാണ് ശോഭന രവീന്ദ്രൻ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീമതി ശോഭന രവീന്ദ്രൻ ഇന്നലെ മുതൽ ജാനകിയമ്മയെ ഓർക്കുകയാണ് ഓരോ മലയാളി എന്നല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും എസ് ജാനകി എന്ന ഗായികയെ ഓർക്കുകയാണ്. നമ്മൾ കേട്ട നമ്മുടെ മനസ്സിലുള്ള പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഓർമ്മകൾ, താങ്കൾക്ക് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു ജാനകിയമ്മയായിട്ട്? തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗായിക തന്നെയാണ് ജാനകിയമ്മ. ജാനകിയമ്മ എനിക്ക് വാസ്തവത്തിൽ ജാനകിയമ്മയെ പരിചയം തുടങ്ങിയത് മാഷ് ആദ്യം ചെയ്ത ചൂള എന്ന ചിത്രത്തിലൂടെ. എല്ലാവർക്കും അറിയാമല്ലോ, സന്തൂര സന്ധിക്ക് മൗനം എന്നുള്ള പാട്ട് പാടിയാണ് മാഷിൻ്റെ ആദ്യത്തെ പാടത്തിൽ ആ പാട്ടാണ് പാടിയത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകൾ വളരെ കൂടുതൽ കേട്ടിട്ടുണ്ട്. എങ്കിലും അന്നൊന്നും അത്രത്തോളം എനിക്ക് പേഴ്സണലായിട്ടൊന്നും അടുപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പാട്ട് കേൾക്കും എന്നേ ഉള്ളൂ. അറിയില്ല, ഒട്ടും അറിയില്ല. പക്ഷേ എന്നാൽ അതുപോലെ അതിന് മുന്നൊരു കഥയുള്ളതെന്ന് വെച്ചാൽ രവീന്ദ്രൻ മാഷ് ഒരു ഗായകനായിട്ട് രംഗത്ത് വന്നപ്പോൾ ആദ്യം പാടിയ പടമാണ് വെള്ളിയാഴ്ച. സത്യം മാഷിൻ്റെ ഒരു പടം, അതിനകത്ത് ജാനകിയമ്മയാണ് ഒരു ഡുവറ്റ് പാടിയത്. അങ്ങനെ രവിയേട്ടൻ നേരത്തെ തന്നെ അറിയാം ജാനകിയമ്മയെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടത്തിലും ജാനകിയമ്മ പാടി. അന്നൊന്നും ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല ജാനകിയമ്മയൊന്നും പരിചയപ്പെട്ടില്ല. വളരെ വൈകിയാണ് ജാനകിയമ്മയായിട്ട് നേരിട്ട് പരിചയപ്പെട്ടത്. പിന്നെ നമുക്കറിയാം മാഷിൻ്റെ എത്രയോ മനോഹരങ്ങളായ പാട്ടുകൾ, ഏറ്റവും മനോഹരമായ പാട്ടുകളെല്ലാം പാടിയിട്ടുള്ളത് ജാനകിയമ്മ തന്നെയാണ്. ആ സമയത്ത് തേനമയമ്പുമാണെങ്കിലും ഓമനത്തിങ്കൾ കിടാവ് ആണെങ്കിലും എന്നിട്ട് താരാട്ടിൽ വന്നിട്ട് താരാട്ടിലെ പാട്ടുകൾ, രാഗങ്ങളെ മോഹങ്ങളെ തുടങ്ങിയ പാട്ട്, അങ്ങനെ എത്രയെത്ര പാട്ടുകൾ എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ് പാടിയിട്ടുള്ളത് എല്ലാം. എന്തോ ജാനകിയമ്മയുടെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ എല്ലാവർക്കും തോന്നും ഇവർ നമ്മുടെ ആളാണ് എന്ന്. നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും, ശരിക്കും നിഷ്കളങ്ക തന്നെയാണ് ജാനകിയമ്മ. വളരെ ഉള്ളിൽ ഒന്നുമില്ലാതെ എല്ലാവരോടും സഹജമായി സ്നേഹത്തോടെ, സ്നേഹമാണ് അവരുടെ ഭാഷ. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തിലും പ്രശോഭിക്കാൻ സാധിച്ചതും. ഇത്രയ്ക്കും ജാനകിയമ്മ പറയാറുണ്ട് എപ്പോഴും, ഞാൻ സംഗീതം കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, പഠിക്കാതെ ഇത്രയും വലിയ വലിയ ഗാനങ്ങളൊക്കെ, എത്ര വലിയ ഗാനങ്ങളാണ് അവർ പാടിയിരിക്കുന്നത്. അതെല്ലാം ഭാവം, അതാണ് ജാനകിയമ്മയുടെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ പാട്ടിനും കൊടുക്കേണ്ടുന്ന അത്രയ്ക്കും അത് ആ കഥാപാത്രത്തിന് ചേരുന്നത് പോലെ, കഥാപാത്രം കാണുമ്പോൾ അത് ജാനകിയമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കഥാപാത്രത്തിന് ഓർമ്മ വരും. കാരണം അത്രത്തോളം ഇഴുകി ചേർന്നിട്ടുള്ള ഒരു ശബ്ദ വ്യത്യാസമാണ് കൊടുക്കുന്നത് എപ്പോഴും ജാനകിയമ്മ. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു 1987 ഞാൻ ആദ്യമായിട്ട് ജാനകിയമ്മയെ കാണുന്നത്. അപ്പോൾ എന്നെ പരിചയപ്പെടും പറഞ്ഞു, നമ്മുടെ രവീന്ദ്രൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുക. അപ്പോൾ അത്രയും ഒരു സ്നേഹമാണ് എപ്പോഴും. പിന്നെ പല തവണകളും കാണുമ്പോഴൊക്കെ എന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് പറയും, ഇത് നമ്മുടെ രവീന്ദ്രൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ആ സ്നേഹം ആത്മാർത്ഥമാണ്. അവർക്ക് ഒരിക്കലും അഭിനയിക്കാൻ അറിയില്ല, എന്നാലോ അവരുടെ ഗാനങ്ങളിൽ ഫുൾ അഭിനയം തന്നെയാണ് അല്ലേ. ഓരോ വലിയ പുരുഷൻ്റെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട്. മാഷിന് തന്നെ മറ്റേ ചിരിയോ ചിരിയിൽ കൊക്കാമന്തി കോനാനിറച്ചി എന്നുള്ള പാട്ട് ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ആ ശബ്ദത്തെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതുപോലെ എല്ലാം പറ്റുന്ന ഒരു ഗായിക ആയിരുന്നു. വളരെയധികം ഗാനങ്ങൾ മാഷിൻ്റെ പാടിയിട്ടുണ്ട്. പിന്നെ ഏപ്രിൽ 19 തോന്നുന്നു ലാസ്റ്റ് പാടിയത് പാട്ട്. അതിലും വളരെ മനോഹരമായൊരു പാട്ട്. ചിത്ര വന്നതിന് ശേഷമാണ് മാഷ് കുറച്ച് ചിത്രയിലേക്ക് തിരിഞ്ഞത്. അത് ഒരിക്കലുള്ള പാട്ടുകളെല്ലാം ജാനകിയമ്മയാണ് പാടിയത്. ജാനകിയമ്മയെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും പറയാൻ എന്നേ ഉണ്ടാവുള്ളൂ. ഈ ഏത് ഭാഷ പാടുമ്പോഴും ഏത് ഭാഷയില്ലെങ്കിലും ആ ഭാഷാക്കാരിയായി മാറുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇതൊരു മലയാളി അല്ല പാടുന്നത് എന്ന് ജാനകിയമ്മയുടെ പാട്ട് കേട്ടാൽ നമുക്ക് തോന്നില്ല. അത്രയ്ക്കും എന്താ പറയുക, പ്രൊനൗൺസിയേഷനെ പറ്റി നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ച് പഠിച്ച് അതിൻ്റെ ഭാവത്തെ മനസ്സിലാക്കി ഒരു ഗായികയ്ക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ സ്വഭാവങ്ങൾ അതൊക്കെയാണ്. ആ ഒരു എന്താ പറയുക ക്വാളിറ്റി അതൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിണങ്ങിയ ഒരു ഗായിക. അതുപോലെ എല്ലാവരുടെ മനസ്സിലും എന്നും ജീവിക്കാൻ തക്ക വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു ജാനകിയമ്മ. എന്തായാലും അമ്മയുടെ ഒരു വിയോഗം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറയും നമുക്കൊരു തീരാനഷ്ടമാണ് എന്നൊക്കെ. പക്ഷേ
വിയോഗം എന്നത് അനിവാര്യമാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പോയേ മതിയാവും. നമ്മൾ ഇവിടെ ആർക്കും സ്ഥിരമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. എല്ലാവരും അവരുടെ സമയം വരുമ്പോൾ തിരിച്ചു പോകേണ്ടവരാണ്. പക്ഷേ അവർക്ക് അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ള അവരുടെ സംഭാവന, ഇപ്പോൾ രവീന്ദ്രൻ മാഷാണെങ്കിലും ഇപ്പം അതുപോലെ ജാനകിയമ്മ ആണെങ്കിലും അതുപോലെ എല്ലാവരും ആണെങ്കിലും അവർ തന്നിട്ട് പോയിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ അത് എല്ലാ കാലത്തും ഇവിടെ നിലനിൽക്കും. ആർക്കും ഒരിക്കലും അതിനെ മറക്കാനോ മാറ്റി നിർത്താനോ സാധിക്കാത്ത അളവിന് അത്രയ്ക്കും സംഭാവന ചെയ്തിട്ടാണ് ഇവരൊക്കെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും മരണമില്ല. ജാനകിയമ്മ മരിച്ചു നമ്മൾ പറയുമ്പോൾ ആ ഭൂത ശരീരം നമുക്ക് കാണാൻ ഇനി പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ശബ്ദം, അവരുടെ ഗാനങ്ങൾ എന്നും എന്നും മലയാളികളുടെ എല്ലാ ഗാനാസ്വാദകരുടെയും ഹൃദയങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടം എന്ന് പറയാനാവില്ല. അവരുടെ നിലനിൽപ്പ് ഇവിടെ ഉണ്ട്, അവരുടെ ഗാനത്തിലൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന ഒരുത്തരുടെ നഷ്ടം നമുക്ക് ദുഃഖമുണ്ടാക്കും. സ്വാഭാവികമായിട്ടും എനിക്ക് അത്രയ്ക്ക് വലിയ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാണുമ്പം സംസാരിക്കും എന്നല്ലാതെ ഞാൻ കൂടുതലായിട്ടൊന്നും അമ്മയോട് അധികം ഫാമിലിയായിട്ടൊന്നും അത്രയ്ക്ക് വലിയ ഇതില്ല. എൻ്റെ മകൻ്റെ കല്യാണത്തിന് ജാനകിയമ്മ വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചെന്നൈയിൽ നടക്കുന്ന സമയത്ത് അമ്മ ഒരു വെള്ളിക്കൂജ ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് തേടി, രവീന്ദ്രൻ്റെ മോൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട്. അന്നാണ് മകനെയും ജാനകിയമ്മയുടെ മകനെയും മരുമകളെയൊക്കെ ഞാൻ കാണുന്നത്. എങ്കിലും ഞാൻ കുടുംബമായിട്ടൊന്നും അത്രയധികം ബന്ധം വെച്ചിരുന്നില്ല. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ് അമ്മയുടെ വിയോഗം എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും വളരെയധികം നന്ദി ആ ഓർമ്മകൾ പങ്കുവച്ചതിന്. കാരണം രവീന്ദ്ര മാഷ് സംഗീതത്തിൽ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ എത്ര ഗാനങ്ങളാണ്. സുഗമോ ദേവിയൊക്കെ മലയാളി ഉള്ള കാലത്തോളം അത്രത്തോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന, മായാതെ നിൽക്കുന്ന വരികളും ഈണവും സംഗീതവുമാണ്. വളരെയധികം നന്ദി ആ ഓർമ്മകൾ പങ്കുവച്ചതിന് ശ്രീമതി ശോഭന രവീന്ദ്രൻ.